ഞങ്ങൾ വിവാഹത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ എടുത്തൊരു തീരുമാനമായിരുന്നു, പണമില്ലാത്തതിൻ്റെ പേരിൽ ഒരു കുഞ്ഞിനെ കൂടെ സ്വീകരിക്കാതിരിക്കാൻ പാടില്ല. അപ്പം എല്ലാവരും ചിന്തിക്കുന്നത് മക്കളെ സ്റ്റാറ്റസ് നോക്കിയിട്ടാണ് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതും നല്ല വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നതൊക്കെ. അപ്പം ഞങ്ങൾ ആദ്യം ചിന്തിച്ച കാര്യമാണ്, സ്റ്റാറ്റസ് നോക്കി മക്കളെ വളർത്തില്ല, സ്റ്റാറ്റസ് നോക്കി ജീവിക്കില്ല. ഞങ്ങൾ ഏറ്റവും ആദ്യത്തെ മോളെ ICSE സിലബസിലുള്ള ഒരു സ്കൂളിലാണ് LKG വിട്ടത്. അവിടെ നല്ലതായിട്ട് സ്റ്റുഡീസ് ആയിട്ടൊക്കെ പഠിക്കുന്ന കൊച്ചാണെങ്കിലും ഞങ്ങൾ ആ LKG കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ തീരുമാനിച്ചു, ഇനി മക്കള് അപ്പോൾ അടുത്ത കുഞ്ഞായി മക്കളെ ഇനി LKG ആണെങ്കിലും UKG ആണെങ്കിലും മേളിലേക്കാണെങ്കിലും ഒരു ICSE സിലബസോ CBSE എന്ന് പറഞ്ഞാൽ നോക്കി പോകണ്ട, സാധാരണ സ്കൂളിൽ പഠിപ്പിച്ചാൽ മതി. അതിൻ്റെ പേരിലൊരു സാമ്പത്തിക ചെലവിന് വരുത്തണ്ട. ഞങ്ങൾക്ക് അതിനകത്ത് സാമ്പത്തികം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അങ്ങനെ മതിയെന്ന് തീരുമാനിച്ചു. ഞങ്ങളുടെ 4 മക്കളും പഠിക്കുന്നത് സർക്കാർ എയ്ഡഡ് സ്കൂളിലോ സർക്കാർ സ്കൂളുകളാണ് ഇത്രയും കാലം പഠിച്ചത്. പഠനത്തിൽ അവർക്കൊരു കുറവുണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് അതുകൊണ്ട് ഒത്തിരി അനുഗ്രഹങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. എൻ്റെ ഒരു ചിലവ്, എൻ്റെ ഒരു പേഴ്സണൽ ചിലവായപ്പോൾ ഒരു ലേഡീസിൻ്റെ ചിലവെന്ന് വെച്ചാൽ ഷോപ്പിംഗ് ആയിരിക്കും, ഡ്രസ്സ് അല്ലെങ്കിൽ മേക്കപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ. ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ അത് എൻ്റെ വളർത്തിയ ഒരു രീതിയിൽ ഇതൊന്നും ഉപയോഗിക്കാറില്ല. അപ്പം ഞാൻ ചിന്തിച്ചത്, പ്രൊലൈഫ് ഒരു ചിന്താഗതിയിലേക്ക് വന്നപ്പോൾ ഞാൻ ചിന്തിച്ചത്, ഇങ്ങനെ ഇതാക്കുന്ന കാര്യങ്ങൾ നമ്മൾ കർത്താവിന് കൊടുത്തു കഴിയുമ്പോൾ, സിംപ്ലിസിറ്റി എന്നൊരു കാര്യം ഏറ്റവും മിതത്വത്തിലേക്ക് ജീവിച്ചു കഴിയുമ്പോൾ കർത്താവ് അത് കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ഒരു സാമ്പത്തികത്തിലേക്ക് കൊണ്ടെത്തിക്കും. ഏത് ദാരിദ്ര്യാവസ്ഥയിലും ജീവിക്കാനായിട്ട് ഒരു ട്രെയിനിങ് അപ്പനും അമ്മ മക്കൾക്ക് ലഭിക്കും. അത് ഞാൻ അങ്ങനെ ആയാലേ എൻ്റെ കുഞ്ഞുങ്ങൾക്കും ആ സിംപ്ലിസിറ്റി ജീവിക്കാൻ പറ്റും. ഞാൻ നല്ല രീതിയിൽ ചിലവാക്കി ജീവിക്കുന്ന ആളാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനും ഭാരമായിരിക്കും, എൻ്റെ മക്കൾ അത് തന്നെ പഠിക്കും. അപ്പോൾ ആ ഒരു സിംപ്ലിസിറ്റി, ഈശോയുടെ ആ ഒരു സിംപ്ലിസിറ്റിയിലേക്ക് വരാനായിട്ട് ഈ ഒരു ചിന്താഗതി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.